ഓസ്ട്രേലിയയിലാകുന്നത്. അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ ഓരോ വാർഡുകൾ ഉപയോഗിച്ച് ആ വാർഡിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഈ സമൂഹത്തിന് വേണ്ടി എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചവിടെ എത്തി അവരും വന്ന് ഞങ്ങളുടെ സന്തോഷമാണ്. കാരണം എൻ്റെ തന്നെ ഒരു അനുഭവം, എൻ്റെ മോൻ്റെ ഒരു ആധാർ കാർഡിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതെവിടെ കൊണ്ട് തിരുത്താൻ നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്ന ഓഫീസിൽ പോകണം, അപേക്ഷ എഴുതി കൊടുക്കണം. ഇനി ഇത് തന്നെയാണ് യഥാർത്ഥ സ്പെല്ലിംഗ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതൊക്കെ നമ്മളുടെ ഒരു നടപടിക്രമങ്ങളാണ്. ഇത് ഇന്നിപ്പോൾ 4ാമത്തെ പ്രോഗ്രാമാണ്. വളരെ സന്തോഷം പയ്യോളി കേന്ദ്രീകരിച്ച് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ ആശയവും ഇത് നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രചോദനവും നമ്മുടെ ബഹുമാനായ ജില്ലാ പോലീസ് മേധാവിയാണ്. നമുക്കറിയാം, പല കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നത് പലതരത്തിലുള്ള കാർഡുകൾ, പലതരത്തിലുള്ള പിൻ നമ്പറുകൾ, പലതരത്തിലുള്ള OTP ആപ്ലിക്കേഷൻസിൻ്റെ കാലഘട്ടത്തിലാണ്. ഓരോ ആളുകളുടെ കയ്യിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ATM കാർഡ്, ബാങ്ക് അക്കൗണ്ടിൻ്റെ കാർഡുകൾ, അതുപോലെ തന്നെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു കാർഡ് തരും. കൂടാതെ നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ്, പെൻഷൻ വാങ്ങിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ കാർഡുകൾ, അതുപോലെ തന്നെ പല പല സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പല പല ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങേണ്ടി വരുന്ന ആവശ്യകത ഒരുപാടാണ് പണ്ട് കാലത്തേക്കാൾ താരതമ്യം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ റേഷൻ കാർഡിൽ നമ്മുടെ ഒരാളുടെ പേര് ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡിൽ നമ്മുടെ പേര് വ്യത്യാസപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡിലെ ഇനിഷ്യൽ മാറിപ്പോയി. ആ പേരിന് മുമ്പാണ് SLC ബുക്കിൽ ഇനിഷ്യൽ, ആധാർ കാർഡിൽ പേരിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടു. ഉന്നതി, അക്കൂരുവയിൽ ഉന്നതി എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ SC ST വിഭാഗങ്ങൾക്ക് പരാതി പരിഹാര അദാലത്ത് എന്ന നിലക്കാണ് ജനമൈത്രി പോലീസ് പയ്യോളി ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ജനമൈത്രി പോലീസ് നമ്മുടെ തൊഴിലിൽ തന്ന സംഭാവനകൾ ചെറുതൊന്നുമല്ല, ഈ നാടിന് അറിയാവുന്നതാണ്. സ്നേഹത്തോടെ കരുതലോടെ ആ നന്മകളൊക്കെ തന്നെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഏകദേശം 10ഓളം വരുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർത്തിണക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഒരു പരിപാടി എന്ന നിലക്ക് പയ്യോളി ജനമൈത്രി പോലീസ് എല്ലാ ഉന്നതിയെയും എല്ലാ നഗരനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തൃക്കോടി, പയ്യോളി മുനിസിപ്പാലിറ്റി, തുറയൂർ മേഖലകളിൽ വരുന്ന എല്ലാ ഉന്നതിയെയും ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ വകുപ്പുകളെ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും പറ്റാവുന്ന പരാതികൾ ഇപ്പോൾ തന്നെ ഇന്ന് പരിഹരിക്കാൻ പറ്റുന്ന പരാതികൾ മാക്സിമം ഇന്ന് തന്നെ പരിഹരിക്കാനും മറ്റേത് അതിൻ്റെ പിറകെ ഒരു ഫോളോ അപ്പ് എന്ന നിലക്ക് പയ്യോളി പോലീസ് ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വം തന്നെ അത് ആവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിനുള്ളിൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് കൂട്ടായി ഈ നാട്ടിൽ പോലീസുണ്ട്, നിയമങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ വിട്ടാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു പരാതി എഴുതി കൊടുക്കണം. ശോഭയെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും.